പരിശുദ്ധമായ സൂറത്തു തൗബയിലെ അവസാനത്തെ ഭാഗം നാം വളരെ ലളിതമായിട്ടൊന്ന് ചർച്ച ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹായിട്ട് വരുന്ന പരിശുദ്ധമായ ആയത്ത്. അതിൻ്റെ ശേഷം നമ്മളൊക്കെ പതിവായിട്ട് ചൊല്ലാറുണ്ട്, ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. അതും കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിൽ നിന്ന് ചില റിവായത്തുകളിൽ, ചില മഹാന്മാരുടെ ഉദ്ധരണികളിൽ അത് ചൊല്ലിയാൽ മരണത്തിൽ നിന്ന് വരെ, അന്ന് ആ ചൊല്ലിയ ദിനം പകലാണെങ്കിൽ പകല്, രാത്രിയാണെങ്കിൽ രാത്രി, മരണത്തിൽ നിന്ന് പോലും സംരക്ഷണം ഉണ്ടാകുമെന്ന് കേൾക്കപ്പെടാറുണ്ട്, വായിക്കപ്പെടാറുണ്ട്. ഏതായിരുന്നാലും വലിയ ഒരു സംരക്ഷണ കവചമായി നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു ആയത്താണ്. നമുക്കൊരു 3 തവണ അത് ഓതാം. അല്ലാഹു അത് ഇന്നു മുതൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും, ചില ഉസ്താദുമാർ നമ്മളെ കൊണ്ട് ശീലിപ്പിച്ചത് 5 വഖ്തിന് ശേഷവും 1 തവണ അത് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലഖദ് ജാഅകും റസൂലും മിൻ أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇതിൻ്റെ ലളിതമായ ഒരു അർത്ഥവും അതിലൂടെ കടന്നു പോകുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില അപദാനങ്ങളും പറയലാണ് താല്പര്യം. വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ചിലപ്പോ ഇന്ന് രാത്രി അതിൻ്റെ ഒന്നായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും പറയുകയും പഠിക്കുകയും മാതൃകയാക്കുകയും മഹബത്ത് വെക്കുകയും ചെയ്യേണ്ട മഹാവ്യക്തിത്വം, വ്യക്തിപ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മഹാന്മാരൊക്കെ ഉൾക്കൊണ്ടതുപോലെ മുത്ത് റസൂലുള്ളാഹിനെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇന്നലെ ഇങ്ങനെ പഠനത്തിനിടയിൽ ഒരു സംഭവം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖ് തങ്ങളൊക്കെ ഉള്ള സദസ്സിൽ വെച്ചിട്ട് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നഫഅനി, എനിക്ക് ഉപകരിച്ചിട്ടില്ല. സിദ്ദീഖ് തങ്ങളുടെ മുതൽ ഉപകരിച്ചതുപോലെ എനിക്ക് ഒരാളും മുതൽ ഉപകരിച്ചിട്ടില്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. ഇത് കേൾക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഭയങ്കര ഹാപ്പിയിലെ, ഭയങ്കര സന്തോഷിക്കലാണ്. പക്ഷേ ഈ വ്യക്തി കരയാണ്, പൊട്ടിക്കരയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിദ്ദീഖേ, അങ്ങയുടെ മുതൽ എനിക്ക് ഉപകരിച്ചതുപോലെ
മറ്റൊരാളെ മുതൽ എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോൾഡൻ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ അങ്ങനെ കരയാം. അവൻ എന്താ കാര്യം എന്നറിയോ? റസൂലേ, നിങ്ങൾക്ക് എൻ്റെ മുതലും നിങ്ങളെ മുതലും വേറെ ആയി പോയില്ലേ? നിങ്ങള് എൻ്റെ മുതൽ എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങളെ മുതലല്ലാത്ത ഒന്നാക്കിയിൽ എൻ്റെ മുതല്. ഹബീബേ, എൻ്റെതൊക്കെ നിങ്ങളെ മുതലല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബത്തിനാണ് ഉലമാ ഒന്നാം സ്ഥാനം കൊടുത്തത്. അല തഹ്ഖീഖ്, തഹ്ഖീഖാണ്, അതിൽ ഒരു സംശയമില്ല. അംബിയാക്കളെ ശേഷം ഒന്നാമൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലെങ്കിലും എപ്പോഴും നമ്മൾ ആലോചിക്കും പഠിക്കുകയും ചെയ്യേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് 4 വിഭാഗം. അല്ലാഹു നിഅമത്ത് പറഞ്ഞ് അല്ലാഹു അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തവരെന്ന് പരിചയപ്പെടുത്തുന്നത് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇതാണ് അല്ലാഹു ഖുർആനിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലാഹു അനുഗ്രഹം ചെയ്തവരെന്ന് ഓപ്പണായി പറഞ്ഞത്. ഇതിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, അംബിയ നമുക്കാവാൻ കഴിയൂല. പിന്നെ നമുക്കാകാൻ കഴിവുള്ളത് ഒന്ന് സിദ്ദീഖ്, മറ്റൊന്ന് സുദ്ദീഖീങ്ങൾ, മറ്റൊന്ന് ശുഹദാ, മറ്റൊന്ന് സ്വാലിഹീൻ. ഇതിങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു വലിയ ആലിമ് പറഞ്ഞു, എനിക്ക് കുറേ കാലം അള്ളാന്റെ ശുഹദായിൽ പെടാൻ, ഒന്ന് ഷഹീദായി കിട്ടിയാൽ എന്തെല്ലാം മെച്ചങ്ങളാണ്. ഞാൻ പലപ്പോഴും ഷഹീദാകാൻ വരെ ദുആയിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ ആയത്ത് എന്നെ ചിന്തിപ്പിച്ചു. ഈ സിദ്ദീഖി, ഈ ശുഹദാഇന്റെയും മേലെയാണല്ലോ സിദ്ദീഖീങ്ങൾ. സിദ്ദീഖ് തങ്ങളാണെങ്കിലോ ശുഹദാഉമല്ലല്ലോ, ഷഹീദല്ലല്ലോ. എന്നിട്ട് നാടും വീടും വിട്ടെറിഞ്ഞ് യുദ്ധത്തിന് പോയി നമ്മളൊക്കെ പറയുന്ന രക്തസാക്ഷികൾ അവരെക്കാൾ ഉന്നതമായ ദറജ ഷഹീദല്ലാത്ത സിദ്ദീഖ് എങ്ങനെ എത്തി? അത് സിദ്ദീഖീൻ എന്ന് പറഞ്ഞാൽ സിദ്ദീഖിയത്തുള്ളവർക്കൊക്കെ സിദ്ദീഖ് എന്ന് പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താ കാരണം? മഹബ്ബത്തു റസൂലില്ലാഹ്, മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ആയത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഒരാമുഖം പറയാം. അങ്ങനെ മുഹമ്മദ് നബിയെ അല്ലേ, അത് കുറച്ച് ചിന്തിക്കണല്ലോ. എനിക്ക് എന്നേക്കാൾ ഇഷ്ടം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ ആയിട്ടില്ലെങ്കിൽ വിശ്വാസിയല്ല. എന്നാൽ നമ്മളൊക്കെ സഹാബാക്കളുടെ മഹത്വം പറയും. അവര് സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഏറ്റവും വലിയ മഹത്വം അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നുള്ളത്. എന്നാൽ അതേ കാലത്ത് ജീവിച്ചവനാണ് അബൂജഹൽ. അബൂജഹൽ എന്തേ ഇതിന്റെ കത്താഞ്ഞി? അബൂലഹബ് മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടല്ലോ, എന്തേ കത്താഞ്ഞി? അവിടെയാണ് നമ്മൾ ചില ശക്തമായ ബോധത്തോടുകൂടെ റസൂലുള്ളാഹിനെ വായിക്കേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ കാലത്ത് ജീവിച്ചവരാണ് അബൂബക്കർ. അതേ റളിയല്ലാഹു അൻഹു, അതേ കാലത്ത് തന്നെയാണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. എന്താ കാര്യം? എന്താ കാര്യം? അബൂജഹൽ കണ്ടത് മുഹമ്മദിനെ മാത്രമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഒരു സത്യമൊക്കെ പറയുന്ന ഒരു കുട്ടി, ആ നാട്ടിലൊരു അനാഥ ബാലൻ നല്ലോനായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ ഒരു മെസ്സേജ് ഒക്കെ പറയാൻ തുടങ്ങി. മുഹമ്മദിനെ കണ്ടു. അപ്പൊ അബൂബക്കർ തങ്ങൾ കണ്ടത് മുഹമ്മദിനെയല്ലേ? മുഹമ്മദിനെ മാത്രമല്ല, മുഹമ്മദൻ അല്ലാഹുവിന്റെ ദൂതനായ റസൂലിനെ കണ്ടു. എന്താ മാറ്റം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് 2 മുഖമുണ്ട്. 2 മുഖവും വായിച്ചു കഴിഞ്ഞാലേ എനിക്ക് ഇന്നും കാട്ടി മഹബത്ത് എന്റെ ഹബീബിനോടാണെന്ന് വരുള്ളൂ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏതാ 2 മുഖം? ഒന്ന് ബശരീയത്തിന്റെ മുഖം, നമ്മളെ പോലെ സാധാരണക്കാരനായി നടക്കുന്ന ഒരു റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം. വിറക് വെട്ടാൻ പോകുന്നുണ്ട്, വിറക് ചുമന്നു കൊടുക്കുന്നുണ്ട്, വീടടിച്ചു വൃത്തിയാക്കുന്നുണ്ട്. ഹന്തക്കിന്റെ രണഭൂമിയിൽ ശത്രുക്കളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കടങ്ങ കയറുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടുന്നുണ്ട്. എത്രയോ ദിവസം ഭാര്യമാർ വന്നിട്ട് റസൂലുള്ളാഹിക്കെതിരെ സല്ലല്ലാഹു അലൈഹി വസല്ലം സമരം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കഷ്ടപ്പാടുകൾ വന്നിട്ടുണ്ട്, നിസ്സഹായാവസ്ഥ വന്നിട്ടുണ്ട്. ഇങ്ങനൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്ന സാധാരണ ഫീലിങ്ങുകളുമായി നടന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വായിക്കണം. അവിടുത്തെ റസൂലുള്ള സ്വീകരിച്ച സ്വഭാവം നമ്മൾ പഠിക്കുവാണ്. എന്നാൽ അതുപോലെ ഹബീബിന് ചില ഖുസൂസിയത്തുകളുണ്ട്, ഇതും കൂടെ പഠിക്കണം. ചില അസാധാരണതകൾ. അവിടുത്തെ വയർപ്പ് ഇങ്ങനെ ഭാര്യമാര് വലിച്ചെടുക്കുക, എന്തേ അത് സുഗന്ധായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുതുബയോദാൻ ഉപയോഗിച്ച ഈത്തപ്പനയുടെ ഒരു കൊള്ളി, ആ കൊള്ളി മാറ്റിയിട്ട് പുതിയ കഷ്ണെടുത്തപ്പോ, പുതിയ മരക്കഷ്ണെടുത്തപ്പോ ഈ കൊള്ളി ജീവനില്ലാത്ത കൊള്ളി ഇങ്ങനെ കരയാണ്. സ്വഹാബാക്കൾ കേട്ടതല്ലേ? ഈ റസൂലുള്ളാഹിയെ നമ്മൾ വായിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വന്നിട്ട് കല്ലുകൾ, മരങ്ങൾ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ റസൂലുള്ളാഹിയെ നമ്മൾ വായിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ മാത്രം വായിച്ച പലരും ലോകത്തുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നല്ല സ്വഭാവമാണ്, ബെസ്റ്റ് ക്യാരക്ടർ, ബെസ്റ്റ് പേഴ്സണാലിറ്റീസ്. അങ്ങനെ വായിച്ചവരാരും ഇസ്ലാമിക്ക് വന്നിട്ടൊന്നുമില്ല. അവർ റസൂലുള്ളാഹിനെ പുകഴ്ത്തി. എത്രത്തോളം ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ ഈസയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അലൈഹിസ്സലാം മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തിയ ഒരുപാട് ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ, പക്ഷെ അവർക്കാർക്കും ഇസ്ലാമിയത്ത് കിട്ടിയിട്ടില്ല. ഇസ്ലാമിയത്ത് കിട്ടണമെങ്കിൽ മുഹമ്മദ് എന്നതിനപ്പുറം റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തെരഞ്ഞെടുത്ത വ്യക്തി, അതുകൂടെ വായിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി കേട്ടാൽ, റസൂലുള്ളാഹിനെ പറ്റി വായിച്ചാൽ നമുക്ക് വായിച്ചു വരും. അതാണ് ഒരു മുഗൾ ചക്രവർത്തി. അദ്ദേഹത്തിന് ഒരു അടിമ ഉണ്ടായിരുന്നു. എപ്പോഴും മുഹമ്മദ് എന്നാണ് അടിമയെ വിളിക്കുക. അങ്ങനെ മുഹമ്മദ് അടിമക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ രാജാവിന് മുഹമ്മദ് എന്നാണല്ലോ വിളിക്കുന്നത്, വലിയ ഇഷ്ടമാണ്. ഒരു തവണ അടിമക്കുട്ടി എന്നിട്ട് വിളിച്ചു. എന്നിട്ട് വാ, മുഹമ്മദ് എന്ന് വിളിച്ചില്ല. ഇത് കേട്ടപ്പോ ഈ കുട്ടി ഇങ്ങനെ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. എന്താ കരയുന്നത്? നിങ്ങൾ എന്നെ മുഹമ്മദ് എന്നേലും വിളിക്കാൻ, എന്റെ പേരതല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരുവാണല്ലോ. ആ കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോ ആ ചക്രവർത്തി പറഞ്ഞൊരു മാർഗമുണ്ട്. അതെ, ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വുളൂ ഉണ്ടാകും. വുളൂ ഇല്ലാതെ എനിക്ക് മുഹമ്മദ് എന്ന് പറയാൻ വയ്യ. ഒരു മുഗൾ ചക്രവർത്തി അവർക്ക് തിരിഞ്ഞിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് തിരിഞ്ഞ് അത് പറഞ്ഞ് അവിടുത്തെ ഓർത്താൽ എല്ലാ പ്രശ്നങ്ങളും മാറും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും നമുക്ക് ആയത്തിലേക്ക് വരാം. أعوذ بالله من الشيطان الرجيم. തൗബ സൂറത്തിലായതുകൊണ്ട് നമുക്കറിയാം ഇതിന് ബിസ്മിയില്ല. അതൊരു യുദ്ധപ്രഖ്യാപന സൂറത്താണ്. അതുകൊണ്ട് ബിസ്മി ചൊല്ലൽ സുന്നത്തില്ലാത്ത ഒരു സൂറത്താണ് സൂറത്തു തൗബ. അതിലെ അവസാനത്തെ ആയത്ത് ലഖദ് ജാഅകും റസൂലുൻ മിൻ അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിലാണ്. റസൂലുള്ളാഹിന്റെ സ്വഭാവവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അസാധാരണത്തൊക്കെ വായിക്കുമ്പോ മലക്കാന്നൊന്നും ചിന്തിക്കണ്ട, നിങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു പ്രവാചകൻ. എന്താണ് അവരുടെ പ്രത്യേകത? 4 പ്രത്യേകതയാണ് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നത്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ട
കഷ്ടപ്പെടുന്നത് മുത്തുനബിയുടെ മേൽ അതിനേക്കാൾ വലിയ കഷ്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരുടെ വേദന റസൂലുള്ളാഹിക്ക് ശക്തമായ വേദനയായിരുന്നു. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ആ മനസ്സ് നൽകട്ടെ. ആ മനസ്സ് മരവിച്ച് 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 സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മക്കളോട് പോലും കാരുണ്യമില്ലാത്ത കാലഘട്ടത്തിൽ, മാതാപിതാക്കളോട് കാരുണ്യമില്ലാത്ത കാലം കുറച്ചു മുമ്പ് കഴിഞ്ഞു. ഇത് അതുക്കും മീതെ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മ നൈമിഷികമായ കാമബന്ധത്തിന്റെ പേരിൽ സ്വന്തം മക്കളെ അറുവല ചെയ്യുന്ന കാലം, റഹ്മത്ത് ആകെടുത്തുപോയൊരു കാലം. അല്ലാഹു കാക്കട്ടെ. ഇവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ ക്വാളിറ്റി അസീസുൻ അലൈഹി മാ അനിതും. നിങ്ങൾ കഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹിക്ക് ഭയങ്കര വിഷമാണ്. ഒരു ജൂതന്റെ ഡെഡ് ബോഡി ഇങ്ങനെ പോവാ, അപ്പൊ റസൂലുള്ളാഹി നോക്കിയിട്ട് സങ്കടപ്പെടുകയാണ്, ഇവൻ എനിക്ക് ഹിദായത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ. റസൂലുള്ളാഹിന്റെ ചിന്തയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ചിന്ത നാടും വീടും പരിസരവും കേടുവന്ന് മോശമാകുമ്പോ അവനെന്താ അവരൊക്കെ അങ്ങനെ തന്നെ. അതല്ല, ഒരു ജൂതന്റെ ഡെഡ് ബോഡി കാണുമ്പോ അതിലേക്ക് നോക്കിയിട്ട് വിഷമിച്ചിട്ട് എനിക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ ഹിദായത്തൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ജൂതന്റെ വിഷയത്തിൽ പോലും സങ്കടപ്പെടുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്. രണ്ടാമത്തത് അസീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ നന്മ ആഗ്രഹിക്കുന്നവരാണ്. ഭയങ്കര ഹിർസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമല്ല, പിന്നെയോ അത്യാഗ്രഹം. ലോകം മൊത്തം നന്നാകാൻ വല്ലാതെ ആർത്തി കാണിച്ചു. ഈ സ്വഭാവമൊക്കെ നമുക്കുണ്ടാവണം. ഒന്ന്, മറ്റുള്ളവരുടെ വേദന നമുക്ക് കൂടെ വേദനയാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട്, നമ്മൾ മാത്രല്ല എല്ലാവരും നന്നാവണം. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ നന്മ കൊണ്ട് അത്യാർത്തി കാണിക്കുന്നവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളെ കൊണ്ട് റഊഫാണ്, റഹീമാണ്. സത്യത്തിൽ ഈ റഊഫ് എന്ന വിശേഷണവും റഹീം എന്ന വിശേഷണവും അല്ലാഹുവിന്റെ അൽ അസ്മാഉൽ ഹുസ്ന അതിൽ പെട്ടതാണ്. ഇതാണ് ഖുർആനിലൂടെ അല്ലാഹു മുഹമ്മദ് മുസ്തഫക്ക് ചേർത്ത് കൊടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഊഫ്, പുറത്തു കൊടുക്കുക, ഫോർഗീവ്നെസ്, എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹീം, കാരുണ്യം ചെയ്യാം. ഈ 4 ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കണം. അപ്പോഴാണ് ആ മുഹമ്മദിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എല്ലാവരും ആകർഷിച്ചു. അവിടുത്തെ പ്രഭാഷണം, അവിടുത്തെ ജീവിതം, അവിടുത്തെ സന്ദേശം, അവിടുത്തെ നൂറാനിയത്ത്, ഇത് ആകർഷിച്ച് കടന്നു വരാൻ കാരണം ഈ 4 സ്വഭാവം. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളെങ്ങാലും കർക്കശക്കാരനും പരിക്കനുമായിരുന്നെങ്കിൽ ആളുകൾ ഓടിപ്പോകുമായിരുന്നു. നിങ്ങളുടെ ദഅവത്ത് സക്സസ് ആവാൻ കാരണം നിങ്ങൾക്ക് ഈ 4 ഗുണങ്ങൾ. ഒന്ന്, മറ്റുള്ളവർക്ക് വേദന വരുമ്പോ അത് തന്റെ കൂടെ വേദനയാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട്, മറ്റുള്ളവരൊക്കെ നന്മ കാണാൻ, മറ്റുള്ളവരൊക്കെ നന്മയിലാകാൻ ആഗ്രഹിക്കല്ല, അത്യാഗ്രഹം. അതിനുവേണ്ടി ഇങ്ങനെ കള്ളു കുടിക്കുന്ന ഒരാളെ കണ്ട എന്നാ ഇയാളൊക്കെ ഒന്ന് നന്നായി കിട്ടാൻ റസൂലുള്ളാഹിന്റെ വല്ലാത്ത ആഗ്രഹം, ആക്ഷേപമല്ല. എന്താ അങ്ങനെ? അത് റസൂലുള്ളാഹിക്കില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് എന്തപ്പോഴും ഇത് ബോധ്യപ്പെടാത്തത് ആ ആഗ്രഹം കൊണ്ടല്ലേ രാത്രി 12-1 മണി സമയത്ത് അബൂജഹലിന്റെ വാതിൽ മുട്ടുക. എന്നിട്ട് അബൂജഹലെ, അപ്പൽ ഹക്കം എന്നായിരുന്നു പേര്, നമ്മൾ അബൂജഹൽ എന്ന് വിളിച്ചിട്ട് പറഞ്ഞില്ലേ, ഈ രാത്രി ആരും അറിയാതെ ഇസ്ലാമൊക്കെ വന്നോളൂ, ഞാൻ പരസ്യാക്കൂല, എന്നാലും ആ ഹിദായത്തൊന്ന് കൈമാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ ഒരു ആഗ്രഹം എല്ലാവരും നന്നായി കാണാനുള്ള ആഗ്രഹം. മുഅ്മിനീങ്ങളെ കൊണ്ട് വല്ലാതെ കാരുണ്യവും പൊറുത്തു കൊടുക്കുന്നവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹീം, കാരുണ്യവാനുമാണ്. ഈ 4 വിശേഷണങ്ങൾ, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സംഭവങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. എന്തിനാണ് ഇത് പറയുന്നത്? റസൂലുള്ളാഹിന്റെ മഹത്വം അറിയാൻ. ഒന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ മഹത്വം അറിയാൻ മാത്രമല്ല, ഹബീബ് ഇങ്ങനൊക്കെ ആയത് ഇവിടുന്ന് സ്വീകരിച്ച ഈ സ്വഭാവം കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരവും നോമ്പൊക്കെ പഠിപ്പിക്കാൻ വന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? സ്വഭാവം പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആ സ്വഭാവം ഒന്ന് നോക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അൻ മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്സലമി റളിയല്ലാഹു അൻഹു പറയാണ്, ബൈന അന ഉസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഭാവങ്ങൾ കേട്ട് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് വരണം. 1, 2 അങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മൾ പഠിക്കും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്വഹാബി ഇങ്ങനെ പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അതസറജുലും മിനൽ ഖൗം. അപ്പോ നിസ്കാരത്തിൽ നിസ്കരിക്കുന്നതിൽ ഒരാളൊന്ന് തുമ്മിയാൽ അയാൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അൽഹംദുലില്ലാ. കേട്ടപ്പോ സാധാരണ പറയുന്നത് പോലെ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. നിസ്കാരം ശരിയാവോ? അൽഹംദുലില്ലാ, അല്ലാഹുവിനോടുള്ള സംസാരം കുഴപ്പമില്ല. യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞ എന്താ? അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. അപ്പൊ അത് അടുത്തുള്ള ആളോടുള്ള വർത്താനായി അയാളെ നിസ്കാരം ബാത്തിലാകും. അങ്ങനെയാണല്ലോ. ഇപ്പൊ എത്രത്തോളം നമ്മൾ നിസ്കാരത്തിൽ ഇമാമിന് എന്തെങ്കിലും മറവി സംഭവിച്ചാൽ നമ്മൾ എന്ത് ചൊല്ലണം? സുബ്ഹാനല്ലാഹ്. ഈ സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ അയാളെ ഉണർത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും. പിന്നെ എന്തും കൂടെ വേണം? ഒരു ദിക്ർ ഞാൻ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ് ഒരു ദിക്റാണ്. അല്ലെങ്കിൽ അതൊരർത്ഥത്തിൽ ആ ഇമാമിനോടുള്ള സംസാരമായി പോകും. നിസ്കാരം ബാത്തിലാകും. ഏതായാലും മസല മനസ്സിലായി. നമ്മൾ ഉണർത്താൻ വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുമ്പോൾ സംസാരമായി ഉദ്ദേശം വരരുത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഏതായാലും തുമ്മിയപ്പോ ഇയാൾ എന്ത് പറഞ്ഞു? സാധാരണത്തെ നിലക്ക് യർഹമുക്കല്ലാഹ് എന്ന് നിസ്കാരത്തിൽ അങ്ങ് പറഞ്ഞു. ഒരു അഅറാബിയാണ്, ഇസ്ലാമിലേക്ക് പുതിയതായി വന്ന് ഇസ്ലാം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോ അപ്പൊ പിന്നെന്തുണ്ടാകും? നിസ്കാരം കഴിഞ്ഞപ്പോ എല്ലാവരും നേരത്തെ ഇങ്ങനെ തുറച്ചു നോക്കാണ്. എല്ലാവരുടെയും നോട്ടം കണ്ടു. അപ്പൊ ഞാനിപ്പോ എന്ത് തെറ്റാ ചെയ്തത്? യർഹമുക്കല്ലാഹ് ഒരു നല്ല കാര്യമല്ല പറഞ്ഞത്. എല്ലാവരും കൂടെ ഇദ്ദേഹത്തെ ഇങ്ങനെ ഇവരിങ്ങനെ തൊടയിലേക്ക് അടിച്ചിട്ട് എന്ത് പണിയാ കാട്ടി എന്നുള്ള പ്രതിഷേധം വരെ അറിയിക്കാൻ തുടങ്ങി. ഇദ്ദേഹമാണെങ്കിലോ ഒരു പുതുഇസ്ലാമി ആണ് താനും, ഇസ്ലാമിലേക്ക് അടുത്തു വന്ന ഒരു പുതിയ ആളാണ് താനും. ഇദ്ദേഹത്തിന് ഇങ്ങനെ ബേജാറായി. അപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും തുറച്ചു നോക്കി ബേജാറായിരിക്കുന്ന അഅറാബി അടുത്ത് വിളിച്ചുകൊണ്ട് മനോഹരമായിട്ടൊരു ഉപദേശം, മോനെ ഇന്ന ഹാദിഹി സ്വലാ, ഇത് നിസ്കാരമാണല്ലോ, ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്, നിസ്കാരത്തിന്റെ പുറത്ത് നമ്മൾ സാധാരണ നടത്തുന്ന സംസാരങ്ങൾ നിസ്കാരത്തിൽ പറ്റില്ലല്ലോ. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീർ വഖിറാഅത്തുൽ ഖുർആൻ. നിസ്കാരം എന്ന് പറഞ്ഞാൽ കുറെ തസ്ബീഹും കുറെ തക്ബീറും ഖുർആനൊക്കെ. നിസ്കാരത്തിന് പുറത്ത് പറ്റുന്ന സംസാരം നിസ്കാരത്തിന്റെ ഉള്ളിൽ പറ്റൂലല്ലോ. റസൂലുള്ളാഹിന്റെ മെസ്സേജ് കഴിഞ്ഞു. എല്ലാവരും തുറച്ചു നോക്കുമ്പോ അവരെ നേതാവ് ചെയ്തു
ചെയ്തപ്പോ ഈ അറാബിക്ക് ഇത് വലിയ ഇഷ്ടായി. അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമ മിൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെക്കാട്ടിയും ഒരാൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല ശൈലി സ്വീകരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെ ആക്ഷേപമില്ല, അവിടെ ചീത്തയില്ല, അവിടെ പരിഹാസമില്ല, അവിടെ പരസ്യ വിമർശനമില്ല. എന്താ ഇത്? നിസ്കാരല്ലേ? നിസ്കാരത്തിന്റെ പുറത്ത് പറ്റുന്നതൊക്കെ നിസ്കാരത്തിന്റെ ഉള്ളിലും പറ്റുമോ? റസൂലുള്ളാഹിന്റെ ഉപദേശം കഴിഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഹരീസുൻ അലൈക്കും. റസൂലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ആഗ്രഹം നന്നാകണമെന്ന് മാത്രം. പലപ്പോഴും നമ്മുടെ ഉപദേശങ്ങൾ നമ്മുടെ ഒരു പ്രതിഷേധം തീർക്കലാണ്. മോനിങ്ങനെ കേടുവന്നപ്പോ നമ്മുടെ ഉപദേശം എന്നതിനപ്പുറം ചീത്ത പറഞ്ഞ് നമ്മുടെ അരിശം തീർക്കലാണ്. അതല്ല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് അഭിഷിക്ത നിസ്കാരത്തിന്റെ പുറത്ത് പറ്റണത് നിസ്കാരത്തിന്റെ ഉള്ളിലും പറ്റുമോ? അവിടെ തീർന്നു. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതുപോലെ ആ കാരുണ്യം മനുഷ്യർക്കപ്പുറം മൃഗങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. മുത്തുനബിയും സ്വഹാബാക്കളും ബദറിലേക്ക് ഇങ്ങനെ പുറപ്പെടുക. അപ്പോഴാണ് ഒരു പട്ടിയുടെ ചാരത്തൂടെയാണ് പോകുന്നത്. പ്രസവിച്ച് കിടക്കുന്ന ഒരു പട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഫഖാഫ അയ്യുദിയഹ അഹദും മിനൽ ജയ്ഷ്, എന്റെ കൂട്ടത്ത് വന്ന ആരെങ്കിലും ആ പട്ടിയെ നോവിക്കുമോ? റസൂലുള്ളാഹിന്റെ പേടി. അപ്പോ ജുഐൽ ഇബ്നു സുറാഖ എന്ന് പറയുന്ന തന്റെ അനുയായിയെ വിളിച്ചിട്ട് ഈ പട്ടി പ്രസവിച്ച് കിടക്കുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് നിൽക്കണേ, ഒരു കാവൽക്കാരനായി നിൽക്കണേ. നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാള് പോലും ഈ പട്ടിയെ നോവിക്കരുത്, വേദനിപ്പിക്കരുത്. അതിനു വേണ്ടി പട്ടിക്ക് തന്റെ അനുയായിയെ മാറ്റിക്കൊടുത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ കാരുണ്യത്തിന്റെ ഒരു പടർന്നൊഴുക്ക്. മറ്റൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് റസൂലുള്ളാഹിന്റെ 4 ഗുണം. ഒന്ന്, മറ്റുള്ളവർക്ക് വേദനിക്കുമ്പോ അത് റസൂലുള്ളാഹിന്റെ വേദന. മറ്റുള്ളവർക്ക് നന്മ വരാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരും നന്നാകാൻ. അതല്ല ഖുർആൻ പറഞ്ഞത്, അത്യാഗ്രഹം. ഒന്നും കിട്ടും നന്നായി കിട്ടിയെങ്കിൽ എന്നുള്ള ആ ഹിർസ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത് റഊഫ്, പുറത്തു കൊടുക്കുക. റഹീം, കാരുണ്യം. ഈ കാരുണ്യമാണ് മൃഗങ്ങളിലേക്ക്, ഇതര ജീവികളിലേക്ക് ഒരു ഉറുമ്പിന്റെ കൂട്ടം, കറയത്തിന്റെ ഒരു ഉറുമ്പിന്റെ കൂട്ടം ഇങ്ങനെ കിടക്കുക. അപ്പോ ഒരു ഉറുമ്പത്തെ കുത്തിയാൽ പിന്നെ നമ്മൾ ആ ഏരിയപ്പാടെ ആകെ നശിപ്പിക്കുമല്ലോ. ഇതുപോലെ കുറച്ച് ആളുകൾ ആ ഉറുമ്പിനെ കരിച്ചു കളഞ്ഞു. റസൂലുള്ളാഹിക്ക് ഭയങ്കര ദേഷ്യം, ഭയങ്കര വിഷമം. കുറച്ച് ഗൗരവത്തോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അഹ്റക ഹാദിഹി, ഈ ഉറുമ്പുകൾ ആരാണ് കരിച്ചു കളഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബാക്കൾ ഒരു നോർമൽ വിഷയമില്ല, അത് ഞങ്ങൾ അവിടെ ബുദ്ധിമുട്ട് വന്നപ്പോ നഹ്നു യാ റസൂലല്ലാഹ്, അപ്പോ ഞങ്ങളാണെന്ന് പറഞ്ഞപ്പോ മുത്തുനബി തിരിച്ചു ചോദിക്കുകയാണ്, ഇന്നഹു ലാ യംബഗി അയ്യുഅദ്ദിബ ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ. നരകം പടച്ചവനിക്കല്ലാതെ നരകത്തെ കൊണ്ട് ശിക്ഷിക്കാൻ പറ്റുമോ? തീയിനെ പടച്ചവർക്കല്ലാതെ തീയിനെ കൊണ്ട് ശിക്ഷിക്കാൻ പറ്റുമോ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ സംഭവങ്ങൾ മൊത്തം അങ്ങനെയാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മുത്തുനബി പറയാണ്, യാ അബൂദർ, അബൂദറെ ഇദാ തബഖത മറക,
നീ നിന്റെ വീട്ടിൽ വല്ല കറിയും വെക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിക്കൊണ്ട് ടേസ്റ്റൊക്കെ കുറഞ്ഞാലും ജീറാനൊക്കെ നിന്റെ അയൽവാസിയെ സഹായിച്ചോളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂൽ പഠിപ്പിച്ചു. അത് മനോഹരായിട്ട് ഏറ്റെടുത്ത ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ബഗ്ദാദിലൊരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്നത് ഒരു ജൂതനായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ചാരത്ത് ഒരു ജൂതൻ. ആ ജൂതന് വീട് വിൽക്കാൻ നിൽക്കുമ്പോ അയാള് വീടിന്റെ 10 ഇരട്ടി വില ചോദിച്ചു. അപ്പോ കേട്ടവര്, നിങ്ങളെ വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു സാധാരണ വീടാണല്ലോ, അതിനെന്തിനാ 10 ഇരട്ടി വില ചോദിക്കുന്നത്? എന്റെ വീടിന്റെ പളപളപ്പ് കൊണ്ടല്ല, ചമൽക്കാരൻ കൊണ്ടല്ല, എന്റെ അയൽവാസി ഒരു മുസ്ലിമാണ്, അത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കാണ്. അങ്ങനത്തെ ഒരു അയൽവാസിയെ കിട്ടണമെങ്കിൽ എന്റെ വീടിന് നിങ്ങൾ 10 ഇരട്ടി തന്നെ നൽകണം. ആര്? ഒരു ജൂതൻ. പറയൂ, നമ്മുടെ അയൽവാസികൾ പറയൂ, അങ്ങനെ ചിന്തിക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് റസൂലുള്ളാഹിന്റെ പാഠം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു, ആരെയും വേദനിപ്പിക്കുന്നില്ല. അബൂ ദർറുൽ ഗഫാരി തങ്ങൾ പറയാണ്, ഇസ്ലാമിലേക്ക് വന്ന് പിന്നെ തൊട്ടുടനെ ബിലാൽ തങ്ങളെ കണ്ടപ്പോ ഒരു വിളിച്ചുപോയി, ഇബ്നു സൗദാ. സൗദാ എന്ന് പറഞ്ഞാൽ കറുത്തവൻ. അന്ന് അറബികളാണ് സംസ്കാരം പഠിക്കണുള്ളൂ. അബൂ ദർറുൽ ഗഫാരി തങ്ങൾ, എടാ കറുമ്പിയുടെ മോനെ, ഒരു വിളി. ഇബ്നു സൗദാ ഇത് കണ്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഇങ്ങനെ തിളക്കാൻ തുടങ്ങി, ചുവന്ന് വിവർണമാവാൻ തുടങ്ങി. ഞാനൊരു സിമ്പിൾ ആയിട്ട് ഇബ്നു സൗദാ എന്ന് വിളിച്ചതാ. ഇതിട്ട് കേട്ടപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം മാറി. മുത്തുനബി ഉടനെ തന്നെ രോഷാകുലനായി പറഞ്ഞു, ദഊഹാ യാ അബൂദർ, ആ വിളിയൊക്കെ ഒഴിവാക്കുക. ഫഇന്നഹാ മുൻതിന, എത്ര നീചമായ വിളിയാണ് ആ വിളിച്ചത്. എന്നിട്ട് പറയാണ്, യാ അബൂദർ ഇന്നക ഇംറഉൻ ഫീക ജാഹിലിയ, ഇപ്പോഴും ആ ജാഹിലിയ സ്വഭാവം പോയിട്ടില്ലല്ലേ? ഒരാളെ വേദനിപ്പിക്കുന്ന വിധം വിളിക്കാൻ പറ്റുമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിയിൽ പോയിട്ട് ഉപദേശത്തിൽ പോലും റസൂലുള്ളാഹി വേദനിപ്പിച്ചില്ല. സ്വഹീഹുൽ ബുഖാരി കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിൽ കാണുന്ന ഹദീസ്, അഅറാബിയൻ ദഖലൽ മസ്ജിദ. ഒരു അഅറാബി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാം കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പള്ളിയിൽ വന്ന് മൂത്രയിച്ചു. അപ്പോ പള്ളിയിൽ മൂത്രയിച്ചാൽ സ്വഹാബാക്കൾ എന്താ ചെയ്യാ? ജനങ്ങളൊക്കെ പാടെ എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളാ അടിക്കാൻ വന്നു. റസൂൽ പറഞ്ഞു, അതിനെ പിടി, അവിടെ കൊണ്ടുപോയിട്ടൊരു ബക്കറ്റ് വെള്ളം ഒഴുകി. എന്നിട്ട് പറയട്ടോ, ഇതാ നമ്മുടെ മോട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ ടോക്കിന്റെ കോർ പോയിന്റ്. എന്താന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹിന്റെ വാക്കാണ്, നിങ്ങളെ പറഞ്ഞയച്ചത് പ്രശ്നമുണ്ടാക്കുന്നവരായിട്ടല്ല, നിങ്ങളെ പറഞ്ഞയച്ചത് മുയസ്സിരീൻ, ഒക്കെ എളുപ്പാക്കി കൊടുക്കുക, ഒക്കെ സഹിലാക്കി കൊടുക്കുക, ഒക്കെ സിമ്പിളാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യസ്സിറു, നിങ്ങൾ എളുപ്പാക്കി, വലാ തുഅസ്സിറു, നിങ്ങൾ ഇങ്ങനെ ദീനിനെ സങ്കീർണാക്കല്ലിട്ടോ, ദീനിനെ ഇങ്ങനെ പ്രശ്നത്തിലാക്കല്ലിട്ടോ. ദീൻ എന്ന് പറഞ്ഞാൽ പൊന്താത്തൊരു പേടനാക്കല്ലേ, അത് എളുപ്പാക്കി കൊടുക്കും. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഇതിനെ പറഞ്ഞയച്ചവരില്ലല്ലോ, നിങ്ങൾ അവിടെ കുറച്ച് വെള്ളം ഒഴിക്കി സിമ്പിളാക്കി വിഷയം. എന്നിട്ട് റസൂലുള്ളാഹി അയാളെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് കിതാബിൽ കാണാം, വളരെ മൃദുലതയോടെ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ മസാജിദ്, ഇത് പള്ളിയല്ലേ, ലാ യസ്ലു ഫീഹാ ശൈഉൻ മിൻ ഹാദൽ ബൗൽ വലാ ഖദർ. ഇങ്ങനെ മൂത്രം മ്ലേച്ഛ വസ്തുവൊന്നും പള്ളിയിൽ പറ്റൂലല്ലോ, ഇത് അല്ലാഹുവിന്റെ പള്ളിയല്ലേ, അത് പുറത്തല്ലേ ചെയ്യേണ്ടത്. റസൂലുള്ളാഹിന്റെ മെസ്സേജ് കഴിഞ്ഞു. ഈ മനുഷ്യരിങ്ങനെ സന്തോഷിച്ചു. കാരണം എല്ലാവരും കൂടെ അടിക്കാൻ വന്നു കൊടുത്ത് അവിടുത്തെ നേതാവ് അടിക്കല്ലിട്ടോ
നിങ്ങൾ വെള്ളം കൊണ്ടുവന്ന് നോക്കി. സ്നേഹിച്ചിട്ട് ഇതിങ്ങോട്ട് പറഞ്ഞപ്പോ അറാബി സന്തോഷം കൊണ്ട് ദ്വാരന്നൊരു ദ്വാ. അറാബി എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിച്ചു വരുന്നുള്ളൂ. എന്താണ് ദ്വാ? അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദൻ. അല്ലാഹുവേ എന്നോടും മുഹമ്മദ് നബിയോടും കരുണ കാണിക്കണേ. വലാ തർഹം മഅനാ അഹദാ, ഞങ്ങളോടൊപ്പം മറ്റാരോടും കരുണ കാണിക്കരുത്. വേറൊരു റിവായത്തിൽ എന്നെയും മുഹമ്മദ് നബിയെയും സ്വർഗത്തിൽ കടത്തണേ, വേറെ ആരെയും നീ സ്വർഗത്തിൽ കടത്തരുത്. ഇതൊരു അറാബിയാണ്. അതുകൊണ്ട് അയാൾക്ക് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കണ്ട് മൂത്തപ്പോ ഒരു ദ്വായാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോ ചോദിച്ചു, ലഖദ് ഹജ്ജർത വാസിയൻ, അല്ലാഹ് വിശാലമാക്കി അല്ലാഹുവിന്റെ കാരുണ്യം ഈയണ്ട് ചുരുക്കി കളയാണോ എന്ന് പുഞ്ചിരിച്ചു ചോദിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഈ ഒരു ആയത്തിന്റെ വിശകലനം അത്രയുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന ആ സൂറത്ത് അങ്ങ് ഇറങ്ങിയപ്പോ ആര് വന്നു? അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ ഉരുളം കല്ലെടുത്തിട്ടാ വരുന്നത് റസൂലുള്ളാഹിനെ എറിയാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് തങ്ങളും കഅബയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാം. അത്ഭുതം. ഹിജാബം മസ്തൂറ, ഖുർആനിന്റെ ആയത്ത് അതിന്റെ തഫ്സീറിൽ നസഫി തങ്ങളടക്കം കൊണ്ടുവരുന്ന സംഭവമാണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അതിനുള്ള തെളിവായിട്ട് കൊണ്ടുവരുന്ന ആയത്താണ്. കഅബയുടെ മുമ്പിൽ റസൂലുള്ളാഹിയുണ്ട്, സിദ്ദീഖ് തങ്ങളുണ്ട് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ എറിയാൻ വേണ്ടിയിട്ട് ഉരുളൻ കല്ലെടുത്തിട്ട് ഇങ്ങനെ വരിക. ഉമ്മു ജമീൽ വന്നപ്പോ ഇവിടെ റസൂലുള്ളാഹിനെ കണ്ടില്ല. റസൂലുള്ളാഹി അവിടെ ഉണ്ട്, പക്ഷെ അന്നൊരു മറയിട്ടു. തൊട്ടപ്പുറത്ത് സിദ്ദീഖ് തങ്ങളുണ്ട്. സിദ്ദീഖ് തങ്ങളെ കാണുന്നുണ്ട്. എവിടെ എന്റെ മുഹമ്മദ്? ആരെ ചോദ്യം? ഉമ്മു ജമീലിന്റെ ചോദ്യം. എന്തേ വിഷയം? എനിക്കും എന്റെ ഭർത്താവിനുമെതിരെ അവൻ ആയത്തിറക്കിക്കണല്ലേ. സിദ്ദീഖ് പറഞ്ഞു, മുഹമ്മദ് നബി ഒരു ആയത്ത് ഇറക്കിയിട്ടില്ല, ആയത്തൊക്കെ അള്ളയാണ് ഇറക്കിയത്. എന്നാലേ മുഹമ്മദിനെങ്ങാലും കണ്ടാൽ എറിയിട്ട ഉരുളം കല്ല് കാട്ടിയിട്ട് മുഹമ്മദ് എന്ന പേര് മാറ്റിയിട്ട് ദേഷ്യത്തില് ഉമ്മു ജമീൽ റസൂലിനെ കാണില്ലല്ലോ, അതൊരു മറയിട്ടിട്ടുണ്ട്. റസൂലുള്ള അപ്പുറത്തുണ്ട്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഭയങ്കര സംരക്ഷണായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ഉമ്മു ജമീൽ അവിടെയാണ് പോയിട്ട്. ഉമ്മു ജമീൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ. ആ പേര് മാറ്റിയിട്ട് പാടിങ്ങനെ പോവാ. മുഹമ്മദ് ഒന്നും അല്ലാത് മുദമ്മമാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തപ്പെടുന്നവൻ, മുദമ്മം പറഞ്ഞാൽ ഇകഴ്ത്തപ്പെടുന്നവൻ. നേരെ പേരിട്ട് മാറ്റിയിട്ട് ആ മുദമ്മം നശിക്കട്ടെ എന്നൊക്കെ ആ ഉമ്മു ജമീൽ പ്രാർത്ഥിച്ച് റസൂലുള്ളാഹിന്റെ പേരെന്നെ മാറ്റിപ്പോയി. പോയപ്പോ റസൂലുള്ള അവിടെയുള്ള സ്വഹാബാക്കളോട് പറയും, ഈ ആൾക്കാരൊരു കഷ്ടം, ഒരുക്കൊക്കെ എന്നോടാണ് ദേഷ്യം, എന്നിട്ട് ഒരു ചീത്ത പറയണതോ മുദമ്മമിനെയാണല്ലോ, ഞാനാണെങ്കിലോ മുഹമ്മദും ആണല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എടാ പഹയ അവിടെ പോന്ന് പറഞ്ഞാൽ പഹയനോടല്ല ഭവം പറഞ്ഞത്, എന്നോടല്ലല്ലോ. എടാ നായിന്റെ മോനെന്ന് പറയുമ്പോൾ തിരിച്ച് സ്ക്വയർ കൂട്ട് വിളിക്കല്ല വേണ്ടത്. നായിന്റെ മോനല്ല അവൻ ആക്ഷേപിച്ചത്, എന്നെയല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദമ്മമിനെയാണല്ലോ ചിന്ത പറയുന്നത്. മുഹമ്മദ്, ഞാനാണെങ്കിലോ മുഹമ്മദുമാണ്. അല്ലാഹു ആ സ്വഭാവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആ ക്യാരക്ടർ അതിന്റെ അടിസ്ഥാനം നാലെണ്ണമാണ്. ഒന്ന്, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമം വരുമ്പോ റസൂലുള്ളാഹിക്ക് അതിനെക്കാട്ടി വലിയ വിഷമം. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്കൊക്കെ നന്മ വരാൻ റസൂലുള്ളാഹി വല്ലാതെ ആഗ്രഹിച്ചു. മൂന്നാമത്തത് റഊഫ്, പുറത്തൊടുക്കൽ
പാപങ്ങളെ പുറത്തെടുക്കുക. 4 റഹീം, കാരുണ്യം ചെയ്യുക. അല്ലാഹു ഈ ഗുണങ്ങൾ നമുക്ക് നൽകട്ടെ. കൂടെ ലഖദ് ജാഅക്കും എന്ന ആയത്ത് 5 വക്ത നിസ്കാരത്തിന് ശേഷവും ഒരു തവണയെങ്കിലും ചൊല്ലുന്ന ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഭയങ്കര കാവലാണ്, വലിയ സംരക്ഷണമാണ്, കവചമാണ്, സംരക്ഷണ വലയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.